ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങളുമായിട്ട് കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യാനുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൺ അഡിക്ഷനെ കുറിച്ചിട്ട്. ആ ഒരു വീഡിയോ നിങ്ങളിൽ എത്ര ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ കുറച്ച് മുന്നേ ശരിക്കും മൊബൈലിന് വളരെ അഡിക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് ജോലികൾ വേഗം ചെയ്തു തീർക്കാനോ അതല്ലെങ്കിൽ സമയത്തിന് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒന്നിനും ടൈം കിട്ടിയിരുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ചെയ്യാൻ എനിക്ക് തീരെ ടൈം കിട്ടാത്ത പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ മൊബൈൽ തന്നെ ആയിരുന്നു. മൊബൈൽ എന്ന് വെച്ചാൽ അതിൽ നമ്മൾ കാണുന്ന റീൽസ്, വീഡിയോസ്, അതുപോലെ യൂട്യൂബ് ഷോർട്സ് അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടാണ് എൻ്റെ സമയം മുഴുവനും പോയിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഇനി ഇങ്ങനെ ആയാൽ ശരിയാവില്ല. ഇങ്ങനെ ഫോണിന് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ലൈഫ് ഒരു പ്രൊഡക്റ്റീവ് ലൈഫാക്കി മാറ്റാനും പറ്റില്ല, നമ്മളെ ഹെൽത്തിനും അത് നല്ലതല്ല. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു ചേഞ്ച് വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ തീരുമാനമെടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടിപ്സ് എന്തൊക്കെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിരിക്കും. ആദ്യം തന്നെ നിങ്ങളെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കുക. എനിക്ക് ഈ ഒരു ഫോൺ അഡിക്ഷൻ മാറ്റിയെടുക്കണം, എനിക്ക് കറക്റ്റായിട്ട് വേഗം ജോലികളൊക്കെ ചെയ്തു തീർക്കണം, എന്നിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, അതേപോലെ ഇബാദത്തുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം. അതിന് ഈ ഒരു മൊബൈലിനോടുള്ള അമിതമായിട്ടുള്ള ഉപയോഗമാണ് തടസ്സം. അപ്പോൾ അതൊന്ന് എനിക്ക് മാറ്റിയെടുക്കണം. അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു തീരുമാനം എടുക്കുക. ഇത് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ഒരു വെറും വാക്ക് പറയുന്ന പോലെ ചിന്തിച്ചാൽ പോരാ, നമ്മളെ മൈൻഡിൽ അത് എപ്പോഴും ഉണ്ടാവണം. അടുത്തത് നമ്മളെ ഡെയിലി റുട്ടീൻ ഉണ്ടല്ലോ, അതിൽ ഏത് സമയത്താണ് മൊബൈൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. ഇപ്പോൾ നിങ്ങളെ ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സമയം എപ്പോഴാണെന്നും അത് എത്ര മണിക്കൂർ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഓരോരുത്തരുടെ ഡെയിലി റൂട്ടീനും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു കറക്റ്റ് ടൈം പറയാത്തത്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 5 മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ 9:30-10 മണിയാകുമ്പോഴേക്കും എല്ലാ ജോലിയും ചെയ്ത് കഴിയും. പിന്നെ എനിക്ക് ഇഷ്ടം പോലെ ടൈമുണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് മൊബൈൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ നിങ്ങളെപ്പോഴാണ് ഫ്രീ ആവുക, എപ്പോഴാണ് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. രാവിലെ എത്ര സമയം ഫോൺ യൂസ് ചെയ്യാം, പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നിങ്ങൾ എത്ര സമയം ഫോൺ യൂസ് ചെയ്യണം. പിന്നെ നൈറ്റിൽ എത്ര സമയം നമുക്ക് ഫോൺ യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ. ഈ നൈറ്റിലൊക്കെ ഒരുപാട് ആളുകൾ 1 മണി 2 മണി വരെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും കറക്റ്റ് ടൈമിൽ ഉറങ്ങാനോ കറക്റ്റ് ടൈമിൽ എണീക്കാനോ പറ്റില്ല. ഇത് ശരിക്കും നമ്മളെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ഫോൺ യൂസ് ചെയ്യുന്നതിനൊരു ടൈം ലിമിറ്റ് ക്രമീകരിക്കുക. എന്നിട്ട് ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലൊന്നും ഫോൺ തീരെ നോക്കാതിരിക്കുക. ഫോണൊക്കെ നമുക്ക് നോക്കാൻ തോന്നും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക, വേഗം ഈ ഒരു ജോലി ചെയ്ത് തീർത്താൽ പിന്നെ ഞാൻ ഫ്രീ ആണ്, പിന്നെ എനിക്ക് ഫോൺ നോക്കാനും എല്ലാത്തിനും സമയം കിട്ടും. അപ്പോൾ ഞാൻ വേഗം ഈ ജോലികൾ ചെയ്ത് തീർക്കട്ടെ എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. ആദ്യമൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ യൂസ് ചെയ്യുന്ന ആളാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ നന്നായി സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് പെട്ടെന്നൊന്നത് കൺട്രോൾ ചെയ്യാനോ നിർത്താനോ പറ്റില്ല. അപ്പോൾ അയാളത് നിർത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ കൂടി അയാൾക്കത് പതിയെ പതിയെ നിർത്താനേ പറ്റുള്ളൂ. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് അയാൾക്കത് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി അയാൾ ഒറ്റ ദിവസം കൊണ്ട് നിർത്തുകയാണെങ്കിൽ പിന്നീട് വേറൊരു ദിവസം അയാൾക്ക് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തോന്നും. അപ്പോൾ അതേപോലെയാണ് നമ്മൾ ഈ ഒരു ഫോൺ അഡിക്ഷൻ്റെ കാര്യവും. ശരിക്കും ഇതും ഒരു ലഹരി പോലെയാണ് മനുഷ്യർക്ക്. ലഹരി പോലെയാണെന്ന് പറയാൻ കാരണം, ഒരു ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് അത് കിട്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഒരു തരം മെൻ്റലി അയാൾ ആകെ ഡിപ്രസ്ഡ് ആവും. എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യം തോന്നുക അങ്ങനെയൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ കാര്യം.
നമ്മളിപ്പോൾ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എടുത്തു തരാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് കൊടുക്കാനോ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കപ്പോൾ പെട്ടെന്നൊരു ദേഷ്യമൊക്കെ തോന്നില്ലേ. അതുമാത്രമല്ല നമ്മളെ മൊബൈലിൽ ഇൻ്റർനെറ്റൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ദിവസം നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. തൊട്ടേനും പിടിച്ചതിനൊക്കെ നമുക്ക് ദേഷ്യം തോന്നും. അപ്പോൾ അതാണ് പറഞ്ഞത്, ശരിക്കും ഇതൊരു ലഹരി ഉപയോഗം പോലെ തന്നെയാണ് മൊബൈലിനോടുള്ള അമിതമായിട്ടുള്ള ഉപയോഗം. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഉപയോഗം ഒറ്റയടിക്ക് കുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളൊരു 5-6 മണിക്കൂർ ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ 4 മണിക്കൂറായിട്ടും പിന്നീടത് 3 മണിക്കൂറായിട്ടും ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക. പിന്നെ ഞാൻ ചെയ്തിരുന്നൊരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് വാട്സപ്പിലോ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ നോട്ടിഫിക്കേഷൻ വരിക. നമ്മൾ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോഴാണ് എന്ത് ജോലിയാണെങ്കിലും അതൊക്കെ അവിടെ ഇട്ടിട്ട് വന്നിട്ട് ഒന്ന് നോക്കുക. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളുണ്ടാവുമല്ലോ, അവരതൊന്നും ഓഫ് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ കുറേ ഗ്രൂപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്, അതിൽ വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു സൗണ്ട് കേട്ടിട്ടായിരിക്കും ഫോൺ എടുക്കുക. പിന്നെ അങ്ങോട്ട് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ എടുത്തിട്ട് ടൈം പോകുന്നതൊന്നും തീരെ അറിയില്ല. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ടാൽ പിന്നെ യാതൊരു പ്രശ്നമില്ലല്ലോ, നമ്മളെ ജോലിനെ അത് ബാധിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോഴോ ഖുർആൻ ഓതുമ്പോഴോ ഒന്നും എൻ്റെ മൊബൈൽ എൻ്റെ അടുത്ത് ഞാൻ തീരെ വെക്കില്ല. മൊബൈൽ നമ്മളെ അടുത്തുണ്ടെങ്കിലാണ് ഇടയ്ക്കിടയ്ക്ക് അത് നമുക്ക് എടുത്ത് നോക്കാൻ തോന്നുക. അപ്പോൾ പിന്നെ നമ്മളെ ജോലികളൊക്കെ അവിടെ കിടക്കും. അപ്പോൾ ഞാൻ ഒന്നുകിൽ മൊബൈൽ ചാർജിനിടും, അതല്ലെങ്കിൽ ഞാനിപ്പോൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയമാണെങ്കിൽ മൊബൈൽ റൂമിൽ കൊടുന്ന് വെക്കും. എന്തായാലും എൻ്റെ കൺമുന്നിൽ നിന്ന് ഞാൻ മൊബൈൽ കാണാത്ത വിധത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കും. അതും എനിക്ക് ശരിക്കും നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്സായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലികളൊക്കെ എനിക്ക് വേഗം ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളെ ജോലികളൊക്കെ ചെയ്ത് തീർന്ന ശേഷം പിന്നെ അങ്ങോട്ട് കുറേ നേരം നമുക്ക് ഫോൺ യൂസ് ചെയ്യാമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഫോൺ അഡിക്ഷൻ എങ്ങനെ കുറക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണിൻ്റെ യൂസേജ് എത്രത്തോളം നമുക്ക് കുറക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ കുറക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഈ ഫോണ് യൂസ് ചെയ്യുന്നതിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട ബുക്സ് വായിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഡ്രോയിങ് ഒക്കെ അറിയുന്ന ആളാണെങ്കിൽ ഡ്രോയിങ് ചെയ്യുക. അതല്ലെങ്കിൽ പെയിൻറ്റിങ്സ്, പിന്നെ ക്രാഫ്റ്റ് വർക്ക്, സ്റ്റിച്ചിങ്, അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കുക. അപ്പോഴാണ് നമ്മളെ ലൈഫ് ശരിക്കും ഒരു പ്രൊഡക്റ്റീവ് ലൈഫായിട്ട് മാറുള്ളൂ. ഇനി നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ല നല്ല വീഡിയോസ് മാത്രം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുപാട് റീൽസോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്ട്സോ ഒന്നും കണ്ട് ടൈം കളയാതെ, നമുക്കിപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് നല്ല നല്ല ക്ലാസ്സൊക്കെ ഉണ്ട്. ഇസ്ലാമിക് ടോക്സ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ക്ലാസ് യൂട്യൂബിലുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസും യൂട്യൂബിലുണ്ട്. ഓരോ ഡേ 1 ഡേ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ക്ലാസ്സൊക്കെ നമുക്ക് കാണാം. അതേപോലെ തന്നെ നമ്മളെ ലൈഫൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല മോട്ടിവേഷൻ തരുന്ന കുറേ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊക്കെ നിങ്ങളെ ലൈഫിൽ പകർത്താനും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയവും നമുക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള സമയമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മൊബൈൽ അഡിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്തിരുന്ന കുറച്ച് ടിപ്സ്. ഈ ടിപ്സൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ആദ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ വിഷമിക്കണ്ട, ഇതിൻ്റെ 100% റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ആരും തന്നെ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും കാണണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഫാമിലിയിലോ ഇങ്ങനെ മൊബൈലിന് അഡിക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അത് നിങ്ങൾക്കും ബെനിഫിറ്റാണ്.
അപ്പോൾ ഇൻഷാ അള്ളാ ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.